ഇവിടെ ഈ CMRLുമായി ബന്ധപ്പെട്ട ചില പരിശോധനകൾ നടന്നിട്ടുള്ളതാണ്. SFIയുടെ ഭാഗത്ത് നിന്ന്, നേരത്തെ ROCയുടെ ഭാഗത്ത് നിന്ന്, IT-യുടെ ഭാഗത്ത് നിന്ന്. പക്ഷേ ED കളത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം പരമപ്രധാനമായ വിവരങ്ങൾ കിട്ടേണ്ടത് കർത്തായിൽ നിന്നാണ്. കാരണം ഈ ഉദ്യോഗസ്ഥരെയൊക്കെ എത്ര ചോദ്യം ചെയ്താലും ഈ ഉദ്യോഗസ്ഥർ ഒരു ഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് മാറ്റി പറയുകയൊക്കെ ചെയ്തത് കർത്തായുടെ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് സ്വാഭാവികമായും ഊഹിക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൂത്രധാരനായ കർത്തയിൽ നിന്ന് കാര്യങ്ങൾ അറിയുക എന്നത് പരമപ്രധാനമാണ്. കർത്ത സഹകരിക്കുന്നുണ്ടോ? ഒരു വ്യക്തിയുടെ അനാരോഗ്യത്തെ സംശയത്തോടെ കാണുന്നില്ല. അതിൽ എല്ലാ തരത്തിലുള്ള ബഹുമാനവും പുലർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്. കർത്ത ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ 3 അസുഖങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്: ക്യാൻസർ, പാർക്കിൻസൺ, അതുപോലെ തന്നെ ഡിമെൻഷ്യ. ഇതിൽ ഈ ഡിമെൻഷ്യയുടെ ഒരു പ്രശ്നം ഞാൻ ആവർത്തിക്കുന്നു, ഒരു വ്യക്തിയുടെയും അനാരോഗ്യവുമായി ബന്ധപ്പെട്ട് അനാദരവോടെ കാര്യങ്ങൾ പരാമർശിക്കുകയല്ല. ഈ കേസിൻ്റെ മെറിറ്റുമായി ബന്ധപ്പെട്ട് ഈ ഡിമെൻഷ്യ എന്ന അസുഖത്തിനൊരു പ്രത്യേക പ്രാധാന്യമുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ട് പറയുകയാണ്. കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്ന് പറയാൻ കഴിയും. അപ്പോൾ ഈ ഘട്ടത്തിൽ EDയുടെ നോട്ടീസ് വന്ന ഘട്ടത്തിൽ ഈ അനാരോഗ്യം, ഈ പ്രത്യേക അസുഖങ്ങൾ ഇതെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് കർത്താവ് വിട്ടുനിൽക്കുന്നത് എന്തുകൊണ്ടാകാം? ആരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാകാം? കർത്താവ് എന്തുകൊണ്ടാണ് വിട്ടുനിൽക്കുന്നതെന്നുള്ളത് രമേശ് ചെന്നിത്തലയെ ബാധിക്കുന്ന കാര്യമാണ്. ഞാൻ ആദ്യം ഈ ചർച്ചയിൽ പറയുന്നത്, ഇവിടെ 18,000 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് അഴിമതി ഈ രാജ്യത്ത് നടത്തിയത്. അതിൻ്റെ സിംഹഭാഗവും അടിച്ചെടുത്തത് BJP ആണ്. അതിൻ്റെ 1950 കോടിയോളം രൂപ അടിച്ചെടുത്തത് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ആണ്. അങ്ങനെ ഇന്ത്യ രാജ്യം കണ്ട ബൊഫേഴ്സിനേക്കാൾ 1000 മടങ്ങ് ശക്തിയുള്ള ഏറ്റവും വലിയ അഴിമതി, രാജ്യ ചരിത്രം കണ്ട അഴിമതി നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടതിന് പകരം നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് മറ്റു കാര്യങ്ങളാണ് എന്ന നിലയിലേക്ക് കുറേ ആളുകൾ ഒരു പ്രചരണ കോലാഹലങ്ങളായി കെട്ടിപ്പൊക്കുമ്പോൾ ആ കെട്ടിപ്പൊക്കുന്ന കാര്യങ്ങൾ CPMൻ്റെ നേരെ തിരിച്ചുവിടാൻ ആരെങ്കിലും നോക്കിയാൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന് ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങോട്ട് സൂചിപ്പിച്ച ഡിമെൻഷ്യ എന്ന് പറയുന്ന രോഗം ബഹുമാനപ്പെട്ട വേണു ബാലകൃഷ്ണൻ ഇല്ലെങ്കിൽ ഞാൻ അങ്ങയോട് പറയുന്നത്, ഇപ്പം നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണല്ലോ, 10 ദിവസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പാണല്ലോ, നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ആ മറവി രോഗം ഇല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെ ഈ കർണാടകത്തിൽ കൊണ്ടുപോയി 1 കൊല്ലം ജയിലിലിട്ട് എന്തിനായിരുന്നു? നിങ്ങൾക്ക് ആ രോഗമില്ലെങ്കിൽ അടുത്തതാര്? കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ്? പാർട്ടി സെക്രട്ടറിയുടെ മകനായതുകൊണ്ട്. നമ്മൾക്ക് ആ രോഗമില്ലെങ്കിൽ നമ്മൾക്ക് ഓർക്കാവുന്നൊരു കാര്യം എന്താണ്? മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ പേര് കമല എന്നാണ്. അവർക്കില്ലാത്ത ഒരു ഇൻ്റർനാഷണൽ, കമല ഇൻ്റർനാഷണൽ അതുണ്ടെന്ന് പറഞ്ഞ് കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടും. അനിൽകുമാർ, ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക്, നേതാക്കന്മാർക്കായാലും അവരുടെ കുടുംബാംഗങ്ങൾക്കായാലും പല തരത്തിലുള്ള വേട്ടയാടലുകൾക്ക് വിധേയമാകേണ്ടി വരുന്നുണ്ടാകാം. അതൊന്നും നിഷേധിക്കുന്നില്ല. പിന്നെ കമല ഇന്റർനാഷണൽ പോലെ കെട്ടിപ്പൊക്കപ്പെട്ട ഈ പറയുന്ന കെട്ടുകഥകളും ഉണ്ടാകാം, അതും നിഷേധിക്കുന്നില്ല. ഇവിടുത്തെ പ്രശ്നം രേഖകളിലുള്ളതാണ്. ഇത്ര രൂപ അടയ്ക്കാൻ കഴിയില്ല എന്ന് പറയുന്നു, ഇത്ര രൂപ അടയ്ക്കണമെന്ന് പറയുന്നു, അതുമായി ബന്ധപ്പെട്ടത് അടയ്ക്കുന്നു, അതുമായി ബന്ധപ്പെട്ട പക്ഷേ യഥാവിധി കണക്കുകൾ കാണിക്കാൻ കഴിയുന്നില്ല. അതെല്ലാം നിശ്ചയിച്ചത് കർത്തയിലാണ്. കർത്ത എന്ന കേന്ദ്ര ബിന്ദുവാണ്. പക്ഷേ ഇപ്പോൾ ഇതിനൊക്കെ രോഗാതുരനാണ് എന്ന് പറഞ്ഞ് മുഖം തിരിച്ചു നിൽക്കുന്നത്. വേണു ഇടപെടാതിരുന്നാൽ ഞാൻ അങ്ങയുടെ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ മറുപടി പറയാം. ഇവിടെ ഏതെങ്കിലും തരത്തിൽ കർത്തായ്ക്ക് വേണ്ടി പ്രത്യേകം ബാധിക്കേണ്ട ഒരു കാര്യം CPMന് ഇല്ലല്ലോ. ഞാൻ അതിലേക്കാണ് വരാൻ പോണത്. പിന്നെ അടുത്തതാര് എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് സ്വർണ്ണക്കടത്തിലാണ്. കഴിഞ്ഞ പിണറായി സർക്കാരിൽ ഖുറാൻ്റെ മറവിൽ കടത്തിയൊരു മന്ത്രി ഉണ്ടല്ലോ, KT ജലീൽ. ഈന്തപ്പഴത്തിൻ്റെ മറവിൽ കടത്തിയ മന്ത്രിമാരുണ്ടല്ലോ, 1-ാം മന്ത്രി, 2-ാം മന്ത്രി, 3-ാം മന്ത്രി. ഇതൊക്കെ എവിടെ പോയി? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ നിങ്ങളെല്ലാം കൂടി ഇങ്ങനെ കടുക് വറുത്തൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, സ്വർണ്ണക്കള്ളക്കടത്ത്. ഇപ്പോൾ നിങ്ങൾക്കാർക്കത് വേണ്ടേ? എന്താ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനെതിരായിട്ട് ഒരു കാര്യം എൻ്റെ അകത്തില്ലല്ലോ. ഞങ്ങൾക്ക് രാഷ്ട്രീയമായി ഉത്തരവാദിത്തമുള്ളത്. ഞങ്ങളെ അപമാനിക്കാൻ ഒരു കെട്ടുകഥയായിട്ട് കർത്തായാണ് ഇതിന്റെ കേന്ദ്രം. ഈ കണക്കുകളൊക്കെ പറയുന്നത് ഈ പഴയ കഥകൾ മുഴുവൻ ഇങ്ങനെ ക്രോഡീകരിക്കല്ലേ? അങ്ങേക്ക് അസൗഷണം വന്നിട്ട് കാര്യമില്ല. അങ്ങ് ഈ പഴയ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ശരിയാവുക? എന്റെ രാഷ്ട്രീയം പറയട്ടെ.
ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഡിമിനിഷ്യ എന്ന് പറയുന്ന രോഗമുണ്ടോ? രോഗം ഇല്ലെന്ന് എൻ്റെ വിശ്വാസം. ആ രോഗത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ രോഗമില്ലെങ്കിൽ ഇത് ഓർക്കണം. ഇപ്പോൾ നരേന്ദ്രമോദിയും കോൺഗ്രസ്സുകാരോട് കൂടി ഇടതുപക്ഷ ജനാധിപത്യത്തിനെതിരെ ചോദ്യമുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഡിമിനിഷ്യ രോഗമില്ലെങ്കിൽ പണ്ട് ഞങ്ങൾക്കെതിരെ ഉണ്ടാക്കിയ കെട്ടുകഥകളുടെ നില എന്തായി? അത് ചോദ്യം ചോദിച്ചിട്ട് ഞാൻ അല്ല, അങ്ങനെയെങ്കിൽ അനിൽകുമാറെ മോദിയുമായി ബന്ധപ്പെട്ട് ഈ ഗുജറാത്ത് വംശഹത്യയാണല്ലോ CPM-ന്റെ ഏറ്റവും വലിയ ആയുധം. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് മറ്റു വിഷയങ്ങളിലേക്ക് പോകരുത് എന്ന്. അതിലിപ്പോ അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചല്ലോ. നിങ്ങൾ അത് കുറ്റവിമുക്തനാണ് മോദി എന്ന തീർപ്പിലെത്തിയോ? മുൻപ് മോദിയെ പറ്റി ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല എന്ന തീർപ്പിലേക്കാണോ CPM എത്തിയിരിക്കുന്നത്? ഇതൊക്കെ ഓരോ കാലഘട്ടത്തിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഓരോ സന്ധികളാണ്. അതൊന്നും കൊണ്ട് രാഷ്ട്രീയവും ധാർമ്മികവുമായ ഉത്തരവാദിത്തം ഒരാളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നില്ല. ബിൽക്കീസ് ബാനു കേസിനകത്ത് സുപ്രീം കോടതിയിൽ കേസ് നടത്താൻ പോയ സുഭാഷിണി അലിയുടെ പാർട്ടിയുടെ പ്രകൃതിയാണ് ഞാനേ. വേണുവിന് ഡിമിൻഷ്യയുടെ രോഗം ഉള്ളതുകൊണ്ടാണ് ആ ചോദ്യം എന്നോട് ചോദിച്ചത്. ദേവീദ് എന്റെ സുഹൃത്തെ, ഈ വിഷയത്തിലേക്കൊന്ന് വരൂ. കേസിനകത്ത് ദേവീദ് ഈ വിഷയത്തിലേക്കൊന്ന് വരൂ, അല്ലെങ്കിൽ എനിക്ക് മറ്റതിഥികളിലേക്ക് പോകേണ്ടി വരും. അല്ല, ഇതൊക്കെ അനാവശ്യമായി ഗുജറാത്തൊക്കെ അങ്ങെടുത്തിടുന്നത് കൊണ്ട് വരുന്ന വിഷയമാണ്. ദേവീദ് ഈ വിഷയത്തിലേക്ക് വരൂ. അല്ല, എനിക്ക് മനസ്സിലായില്ല. ഗുജറാത്തിനെ കുറിച്ച് ഈ ചർച്ചയിൽ ആദ്യം പറഞ്ഞ ഞാനാണോ വേണുഗോപാൽ? അങ്ങനെയല്ല, അനാവശ്യമായ മറ്റു വിഷയങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നതിന്റെ ഭാഗമായി ഞാൻ പറഞ്ഞ ഒരു കാര്യം മാത്രമാണ്. അതല്ലാതെ നമുക്ക് ബിൽക്കിസ് ബാനു ചർച്ച ചെയ്യാനുള്ള അവസരമായിട്ട് അതിനെ അങ്ങ് എടുക്കണ്ട. ദേവീദ് അങ്ങ് ഇതിന് മറുപടി പറയൂ, അല്ലെങ്കിൽ അങ്ങയോട് ഞാൻ പറയുന്നു എല്ലാ ആദരവോടെയും ഞാൻ മറ്റു അതിഥികളിലേക്ക് പോകും. ഓ ശരി ശരി, നിങ്ങൾ ഏത് അതിഥിയിലേക്ക് പോയാലും ഞങ്ങൾക്കൊരു വിഷയവും പറയാനില്ല. ഞാൻ കൃത്യമായിട്ട് പറയാം. നിങ്ങൾ സഹിഷ്ണുതയോടെ സഹകരിക്കുമെങ്കിൽ ഉത്തരം പറയാം. എന്താണ് CMRL-ലുമായി ബന്ധപ്പെട്ട പ്രശ്നം? CMRL-ലുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ CMRL എന്ന് പറയുന്ന കമ്പനി കള്ളപ്പണം കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് കേസ്. ആ കള്ളപ്പണം കൈകാര്യം ചെയ്തതിന് 135 കോടി രൂപയാണ് അതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയത്. ആ കള്ളപ്പണം കൈകാര്യം ചെയ്തതിൽ തെളിവ് സഹിതം സമ്മതിച്ച കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ED വന്ന് ഏറ്റവും വേഗം അവരോട് ചോദിക്കണമെന്നാണ് CPM-ന്റെ അഭിപ്രായം. കാരണം പണം കൈപ്പറ്റിയെന്ന് ചെന്നിത്തല സംഭവിച്ചു കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ നാളെ വരെ ആ കാശില്ല. ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത കണക്കിലും കോൺഗ്രസിൻ്റെ കയ്യിൽ ആ കാശില്ല. അപ്പം ഞങ്ങൾ പറയുന്ന കാര്യം എന്താണ്? കർത്താവിൻ്റെ കയ്യിൽ നിന്ന് കള്ളപ്പണം വാങ്ങിച്ച കോൺഗ്രസ്സുകാർ ആ കള്ളപ്പണം വാങ്ങിക്കുന്നതിന് വേണ്ടി ആ കർത്തായ്ക്ക് ഉപകാരം ചെയ്തു കൊടുത്തതിന് തെളിവ് അങ്ങോട്ട് ഹാജരാക്കാം. എന്താ ഹാജരാക്കാവുന്നത്? AKR ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് 2003 അവർക്ക് കരിമണൽ ഖനനത്തിന് അനുമതി കൊടുത്തു. ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു മുഖ്യമന്ത്രി കരിമണൽ ഖനനത്തിന് കർത്താവിന് അനുമതി കൊടുത്തത് ഡിമിനിഷ്യ ഇല്ലെങ്കിൽ ആൻ്റണി എന്നുള്ള പേര് നമുക്കറിയാം. ആ ആൻ്റണിയോട് ആ ഉപകാരം ചെയ്തു കൊടുത്തുകൊണ്ട് കോൺഗ്രസ്സുകാർ കൃത്യമായിട്ട് അവിടെ നിന്ന് മാസപ്പടിയല്ല ദിവസക്കൂലിക്ക് പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കണക്കാണ് ഇപ്പോൾ ED അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നത്. അതല്ലാണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഏതാണ്ട് പ്രത്യേക ഒരു അന്വേഷണം അങ്ങനെ ഇല്ല. അവിടെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയൊരു കേസ് നിർമ്മല സീതാരാമൻ്റെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒത്തുതീർപ്പാക്കി കൊടുത്തു. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും വാങ്ങിച്ച കൈക്കൂലിയുടെ പൈസ സംബന്ധിച്ച് അത് ടാക്സ് വാങ്ങിച്ച് ഉമ്മൻചാണ്ടിയുടെ രമേശ് ചെന്നിത്തലയുടെ കള്ളപ്പണം ഒത്തുതീർപ്പാക്കി കൊടുത്തു UDF-ന്റെ കള്ളപ്പണം ഒത്തുതീർപ്പാക്കി കൊടുത്തു BJP-ക്കാർ. അങ്ങനെ ഈ കേസെന്ന് പറയുന്നത് CMRL-നെ നടുക്ക് നിർത്തിക്കൊണ്ട് UDF-ഉം BJP-യും തമ്മിൽ മധ്യസ്ഥമായി ഉണ്ടായ ഒത്തുതീർപ്പാണ്. ആ ഒത്തുതീർപ്പിൻ്റെ രേഖ ഞാൻ വായിക്കാം. രേഖ എന്താ പറയുന്നത്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻകം ടാക്സ് ആക്ടിൻ്റെ 245D പ്രകാരം ഒരു ഉത്തരവിറങ്ങി. ആ ഉത്തരവിറക്കിയതിന് കൃത്യമായിട്ട് പറയുന്നത് ചെന്നിത്തല കൊണ്ടുപോയ കള്ളപ്പണം, ഉമ്മൻചാണ്ടി കൊണ്ടുപോയ കള്ളപ്പണം, കുഞ്ഞാലിക്കുട്ടി കൊണ്ടുപോയ കള്ളപ്പണം മാപ്പാക്കിയിരിക്കുന്നു. അത് അക്കൗണ്ടിലൂടെ അല്ലെങ്കിൽ കുഴപ്പമില്ല, കോൺഗ്രസിൻ്റെ അക്കൗണ്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. അതാണ് ആ ഉത്തരവ്. അങ്ങനൊരു ഉത്തരവ് ഇൻകം ടാക്സുകാർ ഇറക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് CMRL-ന്റെ വാദം എന്താണ്? അവർ വാദിക്കുന്ന വാദം ഈ വാചകമാണ്. 245I ഓഫ് ഇൻകം ടാക്സ് ആക്ട് അത് പറയുന്നത് എന്താണ്? അവർ പറയുന്നത് every order of settlement passed under subsection 24(245)D shall be conclusive as the matters therein, and no matter covered by such order shall be opened in any proceeding under this act. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് പിന്നെ റീഓപ്പൺ ചെയ്യാൻ ലോകത്തിനൊക്കെ അധികാരമില്ല. അതാണ് ഒരു വാദം. രണ്ടാമതെന്താണ് കർത്താവിൻ്റെ വാദം? കർത്താവിൻ്റെ വാദം പറയുന്നത് SFIO എന്ന് പറയുന്ന അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ കമ്പനി നിയമം അനുസരിച്ച് SFIO അന്വേഷിക്കുന്ന ഒരു കേസിനകത്ത് ലോകത്ത് വേറൊരു ഏജൻസി അന്വേഷിക്കാൻ പാടില്ല.
ഇത് നിയമത്തിൽ തടി പോലെ കിടക്കുകയാണ്. ആ തടി പോലെ കിടക്കുന്ന കാര്യം അന്വേഷിക്കാൻ പാടില്ല എന്ന് ചെന്നിത്തലയെ രക്ഷിക്കാനും ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാനും കർത്താവ് പറയുന്നത് ഞങ്ങളെന്ത് പറയാനാ? ഇനി മാത്രമല്ല BJPയെ കുറിച്ചാണെങ്കിലോ മാധ്യമങ്ങൾ അവിടുന്ന് പണം വാങ്ങിച്ചതിന് തെളിവുണ്ട്. ഇന്ന് ഈ കേരളത്തിനകത്ത് ഈ CMRL എന്ന് പറയുന്ന കരിമണൽ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിച്ച് അവിടെ ഏതെങ്കിലും തരത്തിൽ സഹായം ചെയ്തു കൊടുത്ത മാധ്യമങ്ങൾ ഉണ്ടോ? ഉണ്ടല്ലോ. അതിലൊരു മാധ്യമത്തിൻ്റെ പേരാണ് ജന്മഭൂമി. അവർ മുഖപ്രസംഗം എഴുതി. ഈ കരിമണൽ കമ്പനിക്ക് അനുകൂലമായി മുഖപ്രസംഗം എഴുതിയ പത്രത്തിൻ്റെ പേര് ദേശാഭിമാനി എന്നല്ല, ജന്മഭൂമി എന്നാണ്. ഹരിയസ് കർത്ത എന്ന് പറയുന്ന ജന്മഭൂമിയുടെ ചീഫ് എഡിറ്ററായിരുന്ന ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണറുടെ ആഫീസിൽ ജോലിയുള്ള BJPയുടെ പഴയ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വേണുവിന് ഉപ്പിട്ട് തരാം. ശരി, ഇതൊക്കെ അങ്ങേക്കും ഡിമെൻഷൻ ഇല്ലല്ലോ. അങ്ങ് മുമ്പ് ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതും ഇതുപോലെ തന്നെ ആ രേഖ എനിക്ക് ഇട്ടു തരികയും ഒക്കെ ചെയ്താണ്. ഞാൻ അതുകൊണ്ട് ഇടപെടുകയാണ്. ശരി, ഞാൻ ഇടപെടുകയാണ്, അങ്ങ് സഹകരിക്കുക. ശരി, പിന്നെ അങ്ങ് ഏറ്റവും ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ SFIO അന്വേഷിച്ചാൽ പിന്നെ ഒരു കൂട്ടരും അന്വേഷിക്കാൻ വരരുത് എന്നാണല്ലോ. ഈ SFIO അന്വേഷണത്തിനെതിരെ KSIDC പോയതോ? SFIO അന്വേഷിക്കുമ്പോൾ ആരും അന്വേഷിക്കരുത് നിങ്ങൾ പറയുന്നു. SFIOയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനല്ലേ KSIDC ഹൈക്കോടതി പോയത്? അവിടെ കൃത്യമായിട്ട് KSIDCക്ക് ഉത്തരവുണ്ട്. എന്താ ഉത്തരം? KSIDCയുടെ 10 കൊല്ലക്കാലത്തെ അവരുടെ മുഴുവൻ ട്രാൻസാക്ഷൻ്റെ രേഖയായിട്ട് 24 മണിക്കൂറിനകം EDയുടെ മുന്നിൽ ചെന്ന് നിൽക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റുമോ? SFIOയുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ അവർക്ക് പറ്റുമോ? ശരി, ഉദ്യോഗസ്ഥന്മാർ ഞാൻ അങ്ങനെയൊക്കെ വരാം. ശരി.